അടുത്തത് കർക്കിടകക്കൂറാണ്. ക്യാൻസർ എന്നാണ് അതിന് പറയുന്നത്. പുണർതത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഇവർക്ക് അഷ്ടമത്തിലാണ്, 8ാം ഭാവത്തിലാണ് ഗ്രഹങ്ങളുടെ പ്രധാന സ്വാധീനങ്ങളൊക്കെ. ബുധശുക്രാദി സൂര്യനും ചൊവ്വയും രാഹുവും ഒക്കെ അഷ്ടമത്തിൽ ഉള്ളതുകൊണ്ട് ചില ദുരിതങ്ങളൊക്കെ ഉണ്ടാകാൻ അഥവാ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ, പ്രത്യേകിച്ച് പ്രവർത്തന മേഖലയിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ രഹസ്യമായിട്ട് ചെയ്യേണ്ട ജോലികൾ, CID വർക്കുകൾ, അല്ലെങ്കിൽ ചില പുറത്തുള്ളവർ അറിഞ്ഞ് അല്ലാതെ ചെയ്യേണ്ട ജോലികൾ പോലീസിൽ ഒക്കെയുള്ളവർക്ക് നല്ലതാണ്. ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ലതാണ്. ഇൻഷുറൻസ് മേഖലയിലും ബാങ്കിങ് മേഖലയിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാൽ ഇതിൽ അവർ ഓഫീസിലും അല്ലെങ്കിൽ അവർ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും ഒക്കെയുള്ള മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. അത് ചില രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കണം. എന്തെന്നാൽ അതുമൂലമുണ്ടാകുന്ന ചില സംഘർഷങ്ങൾ ഓഫീസിലോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലോ ഒക്കെ പരസ്പരമായിട്ട് ഒരു വിരോധം ഉണ്ടാകത്തക്ക വിധത്തിൽ വാക്കുകൾ കൊണ്ട് ദുരിതം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് ചില പഴയ കുടിശ്ശികകളും മറ്റുമൊക്കെ തിരിച്ച് കിട്ടുന്നതായിട്ട് കാണാവുന്നതാണ്. ആരോഗ്യത്തിന് മറ്റ് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും ഉറക്കക്കുറവും അതുമൂലം ഉണ്ടാകാവുന്ന ചെറിയ പ്രശ്നങ്ങളുമൊക്കെ ആരോഗ്യത്തിൽ സംഭവിച്ചേക്കാം. കുടുംബത്തിൽ വാക്കുകൊണ്ട് ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കിന് വളരെ നിയന്ത്രണം വേണം. അതുമൂലമുണ്ടാകാവുന്ന ചില ശത്രുതകളോ അഥവാ പരസ്പര വിശ്വാസമില്ലായ്മയും സംഘർഷങ്ങളും ഒക്കെ കുടുംബത്തിൽ സംജാതമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ശിവന് കൂവളത്തില കൊണ്ടുള്ള അർച്ചന നടത്തുക, ശിവമന്ത്രം ജപിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ധാര നടത്തുക മുതലായവ പരിഹാരങ്ങളാണ്.